2019 ജനുവരി 8-ാം തീയതിയാണ് റുപ്പിയമംഗ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതായത് റുപ്പിയമംഗ് ചാനൽ തുടങ്ങിയിട്ട് 7 വർഷം തികയാണ്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് മ്യൂച്വൽ ഫണ്ടുകളുടെ വീഡിയോ കാണുന്നതിനായിട്ടാണ്. റുപ്പിയമംഗിന്റെ വാർഷികത്തോടനുബന്ധിച്ച് 2026 ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് വന്നേക്കാവുന്ന 10 മ്യൂച്വൽ ഫണ്ടുകളെ ഒരു സീരീസ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. ആ സീരീസിലെ 3-ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 കലണ്ടർ ഇയറിൽ മികച്ച ലാഭം തരാൻ സാധ്യതയുള്ള ഒരു ലാർജ് ക്യാപ് ഫണ്ടിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ ഈ ഫണ്ടിനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാര് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പല സമയത്തും ലാഭം എടുക്കുന്നതിന് അല്ലെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു ലാഭം നേടുന്നതിൽ നിന്ന് നമ്മളെ പിറകോട്ടടിക്കുന്ന 10 തെറ്റുകളിൽ 3-ാമത്തെ തെറ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാനും നിങ്ങളും അടക്കമുള്ള സാധാരണ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർമാര് വളരെയധികം വരുത്തി കണ്ടിട്ടുള്ള തെറ്റാണ് മാർക്കറ്റ് നല്ല സമയത്തിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നല്ല സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സെയിങ് ഉണ്ട്. അതായത് മാർക്കറ്റിൽ ആളുകൾ പണം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ മാർക്കറ്റ് ക്രാഷുകൾ കൊണ്ടല്ല, മാർക്കറ്റ് ക്രാഷുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും മേളിലേക്കും താഴേക്കും അല്ലെങ്കിൽ അധികം മൂവ്മെൻ്റ് ഇല്ലാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു താളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സാധാരണക്കാർക്ക് ആർക്കും അറിയില്ല ഇത് എപ്പോൾ ഏറ്റവും ഉയരത്തിലെത്തും, ഏറ്റവും താഴെ എന്നാണ് എത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും ഉയരത്തിൽ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും വിൽക്കാനോ ഏറ്റവും താഴെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനോ നമുക്ക് സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു കറക്ഷൻ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനോ ഏറ്റവും നല്ലൊരു ബുൾ മാർക്കറ്റ് മൂവിൽ സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും വാങ്ങാനോ സാധിക്കുക എന്നുള്ളത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം പറ്റുന്നതാണ്. ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മൾ പല ആളുകളെയും കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഉയർന്നു പോകുമ്പോൾ SIP നിർത്തുക, അല്ലെങ്കിൽ മാർക്കറ്റ് താഴ്ന്നു പോകുമ്പോൾ SIP നിർത്തുക, എന്നിട്ട് പറയുക കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത പറയുന്ന ആളുകൾ പലരും ഉണ്ട്. പക്ഷേ അവരാരും തന്നെ അധികം ഒരു മികച്ച നേട്ടത്തിലേക്ക് നേടാറില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ടിട്ടുള്ളത്. നമ്മളെപ്പോഴും ഒരു ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ ഇക്വിറ്റിയിലോ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ പരമാവധി മാർക്കറ്റ് ടൈം ചെയ്യാനായിട്ട് നോക്കാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ താല്പര്യമുള്ള, അത് ചെയ്യാൻ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു SIP രീതിയിൽ നിക്ഷേപിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ പറ്റി പറയുമ്പോൾ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അതേസമയം തന്നെ നമ്മളൊരു മാർക്കറ്റ് താഴ്ച വരുമ്പോൾ നമുക്ക് കൂടുതൽ പണം നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ എല്ലാ പണവും കൂടെ മാർക്കറ്റ് താഴുന്ന സമയത്ത് വാങ്ങാം, അല്ലെങ്കിൽ എല്ലാം കൂടെ മാർക്കറ്റ് ഏറ്റവും ഉയരെ എത്തുമ്പോൾ വിൽക്കാം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത് അത്ര ബുദ്ധിപരമായിട്ടൊരു തീരുമാനമായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു ഫണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്, പക്ഷേ അതിൽ ഡിസിപ്ലിനോട് കൂടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് 2026 ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്ന ഒരു ലാർജ് ക്യാപ് ഫണ്ടിനെയാണ്. ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 കമ്പനികളിൽ കൂടുതൽ എമൗണ്ട് നിക്ഷേപിക്കുന്ന കമ്പനികളാണ്, മ്യൂച്വൽ ഫണ്ടാണ്. ICICI പ്രൊഡൻഷ്യലിൻ്റെ ലാർജ് ക്യാപ് ഫണ്ടാണ് മികച്ചൊരു ഫണ്ടായിട്ട് പറയാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നത്. വളരെ മികച്ച റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ തന്നിട്ടുള്ള ലോ വൊളാറ്റിലിറ്റി ഉള്ള ഒരു ഫണ്ടാണിത്. 78,000 കോടി രൂപയാണ് ഇതിൽ ഇപ്പോൾ ആകെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുള്ളത്. ലാസ്റ്റ് 3 വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19% വെച്ച് ലാസ്റ്റ് 3 വർഷം നടന്നിട്ടുണ്ട്. സാധാരണ ഒരു ലാർജ് ക്യാപ് ഫണ്ടുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ പകുതിയോളം റിട്ടേൺ കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് ഇത് എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. ബെഞ്ച് മാർക്കിനേക്കാൾ ഒക്കെ ഉയർന്ന റിട്ടേൺ തന്നിട്ടുള്ള ഒരു ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുള്ള ഒരു മികച്ച ഫണ്ട് ആയിട്ടുള്ള ഈ ICICI പ്രൊഡൻഷ്യൽ ലാർജ് ക്യാപ് ഫണ്ട് ഒരു മികച്ച ഫണ്ടായിട്ട് 2026 മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഫണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കഴിവിനും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിനും നിങ്ങളുടെ ഗോളുകൾക്കും മാച്ച് ചെയ്യുന്ന ഒരു ഫണ്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഫണ്ടിനെ
കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റുള്ള ഫണ്ടുകളും കൂടെ നിങ്ങൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് ഒരു പ്ലാനിങ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് റുപ്പി ബാങ്കിന്റെ സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ സീരീസിലെ മറ്റ് നല്ല വീഡിയോകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളുമായിട്ടോ മറ്റുള്ള പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങളുമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848030018 ആണ്.